അസ്സലാമു അലൈക്കും. മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ മംസാർ ബീച്ചിലായിട്ട് റൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കൂടെ സാഹിലുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടോ എന്നുള്ള എനിക്കറിയില്ല. നമ്മൾ രാത്രിയാണ് വ്ളോഗ് ചെയ്യുന്നത്. ഗോപ്രോയിൽ നൈറ്റ് ഷൂട്ടിംഗ് ക്വാളിറ്റി ഒക്കെ കുറവായിരിക്കും, എന്നാലും ഒരു ഓർമ്മക്കായിട്ട് ഷൂട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. നമ്മളെ ലെഫ്റ്റ് സൈഡ് കാണുന്ന ബീച്ചാട്ടോ. ആ ബീച്ചിൻ്റെ അപ്പുറത്ത്, കടലിൻ്റെ അപ്പുറത്തെ സൈഡ് ഷാർജയാണ്, ഇപ്പുറത്ത് ദുബായ് ആണ്. ഇവിടെ ഫുള്ള് ക്രൗഡാണ് റോഡിലൊക്കെ. ഇത്രയും സ്ഥലം ഉണ്ടായിട്ടും ആളുകളൊക്കെ റോഡിൽ സൈക്കിൾ ട്രാക്കിലാണ് നടക്കുന്നത്. നമ്മൾ റൈഡ് ചെയ്യുന്ന MTV ആട്ടോ, റോഡ് ബൈക്കല്ല. ഞാൻ ഓടിക്കുന്ന ഒരു ചൈനീസ് മൗണ്ടൻ ബൈക്കാണ്. അത് ഞാൻ വ്ളോഗിൽ ഇതുവരെ പരിചയപ്പെടുത്തിയില്ല. ഇവിടുത്തെ സൈക്കിൾ ട്രാക്കിൽ റൈഡ് ചെയ്യുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. ഫുള്ള് ഫാമിലി ക്രൗഡാണ്, കുട്ടികളും ഒക്കെ ഉണ്ടാവും ട്രാക്കിൽ തന്നെ. പടച്ചത്തമ്പുരാനെ, ആ അതിന് ബ്രേക്കൊന്നുമില്ല, കാല് നിലത്ത് വിട്ട് നിരക്കി നിർത്തണം. 10 കിലോമീറ്റർ ആയിട്ടാ. ഇതുണ്ടോ 10.7. വീട് തൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ആ അങ്ങനെ ട്രാക്ക് ഇവിടെ അവസാനിക്കുകയാണ് ഗൈസ്. നമ്മളിവിടെ കുറച്ച് സമയം റെസ്റ്റ് എടുക്കാൻ പോവാണ് ഗൈസ്. 11.8 കിലോമീറ്റർ 55 മിനിറ്റായി. റെസ്യൂം ചെയ്ത ഇതാണ് കേട്ടോ ഞാൻ ഓടിച്ച മൗണ്ടൻ ബൈക്ക്. ഹൈഡ്രോളിക് ബ്രേക്കൊക്കെ ഉണ്ട്, ലോക്കൗട്ട് സസ്പെൻഷൻ ഉണ്ട്, സീറ്റ് ഉണ്ടോ. ഇത് ഞാൻ വെച്ച സീറ്റൊന്നും അല്ല കേട്ടോ, ഇത് മേടിക്കുമ്പോൾ എങ്കിലും തന്നെ ഏതോ വലിയ ചന്തയുള്ള ആൾ ഉപയോഗിച്ച സീറ്റാണ്. നീ മതി, നിങ്ങൾ ട്രൈസെപ്സിന് കണ്ണു പറ്റൂ. നമ്മൾ റൈഡ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങാം കേട്ടോ. ഇത് അകത്തോട്ടാക്ക അടയുമ്പോൾ ഒന്നും ചെയ്യുന്നില്ല, അടഞ്ഞു. പക്ഷേ നമ്മൾ നല്ല ഇൻ്റർമീഡിയറ്റ് ലെവല് മൗണ്ടൻ ബൈക്കേഴ്സ് ആവുകയാണെങ്കിൽ, ഞാനാവുകയാണെങ്കിൽ, നമുക്കാവുകയാണെങ്കിൽ, ആ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ട്രാക്ക് വെച്ച് ഇതിൽ കയറ്റി വാതിയിലൊക്കെ പോയി ഓടിക്കാം. ഷൗക്കയാണ് ജബൽ ജേസി സീനിലൊക്കെ. അപ്പോൾ നമ്മൾ റൈഡ് കഴിഞ്ഞ് സാഹിൽ ബ്രോ എന്നെ തിരിച്ച് റാഷിദ് ഇറക്കാൻ വേണ്ടി പോകും കേട്ടോ. ഇത് സാഹിൽ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്ത് വന്ന് നമ്മൾ സൈക്കിൾ അവിടെ വെച്ചു. അപ്പോൾ എൻ്റെ ഈ സൈക്കിളിനെ റാഷിദിയെ തട്ടണം. അപ്പോൾ ഇനി പ്രത്യേകിച്ചൊന്നുമില്ല, വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ.